പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാർ വീണതല്ല, ബി.ജെ.പി. കൂടി കോൺഗ്രസിനൊപ്പം സഹകരിച്ച് വീഴ്ത്തിയതാണ്. തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഗണേഷ് കുമാറിനെ വീഴ്ത്താൻ വേണ്ടി ബി.ജെ.പിക്കാർ ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്തിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇടതുഭരണത്തിലെ പലരെയും വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുണ്ടാക്കിയ മംഗലാപുരത്തെ എൻ.ഡി.എ ഡീൽ പ്രകാരം ബി.ജെ.പി. ക്രോസ് വോട്ട് ചെയ്ത് തോൽപ്പിച്ചതാണെന്ന് തെളിയിക്കുകയാണ്. കാര്യം, ഈ രാജ്യത്ത് സംഘപരിവാറിന് എതിർ ശബ്ദമായിട്ടുള്ളവരെ ഇല്ലാതാക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. ആ നിലയ്ക്കാണ് ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ സംഘപരിവാറുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവിടങ്ങളിലെ സർക്കാരുകളെ താഴെ ഇറക്കിയത്. ഇനി പത്തനാപുരത്തേക്ക് വന്നാൽ കെ.ബി. ഗണേഷ് കുമാർ തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ അവിടെ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു ദൃശ്യവും പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തോൽവിയെക്കുറിച്ചിട്ട കുറിപ്പ് ഇങ്ങനെയാണ്: പത്തനാപുരത്തും UDF ബി.ജെ.പി. ഡീൽ. 2016 ബി.ജെ.പി. സ്ഥാനാർത്ഥി ഭീമൻ രഘുവിന് ലഭിച്ച വോട്ട് 11,700. 2021 ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് 12,398. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മാത്രം നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് 23,000-ഓളം വോട്ടുകളാണ്. ആ സ്ഥാനത്താണ് സംസ്ഥാനത്ത് ഇപ്രാവശ്യം 3 സീറ്റുകളിൽ ജയിച്ച ബി.ജെ.പിക്ക് പത്തനാപുരത്ത് ആകെ ലഭിച്ചത് 7,031 വോട്ട് മാത്രം. അതും ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചത് പത്തനാപുരത്ത് പ്രാതിനിധ്യമില്ലാത്ത 2020 പാർട്ടിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജയിച്ച പല പഞ്ചായത്ത് വാർഡുകളിൽ പോലും വോട്ടുകൾ 2 അക്കം കടക്കുവാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. പ്രചരണ രംഗത്ത് പോലും സജീവമായി എൻ.ഡി.എ മുന്നണി ഇല്ലായിരുന്നു. UDF ബി.ജെ.പി. ഡീലിന്റെ ഭാഗമായാണ് പത്തനാപുരം മണ്ഡലത്തിലും ഇരു കൂട്ടരും LDF-നെതിരെ പ്രവർത്തിച്ചത്. ഇവിടെ ചക്ക ചിഹ്നത്തിൽ 2020 സീറ്റ് നൽകിയത് വഴി അവരുടെ ഡീൽ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഡീലുകൾ ഉണ്ടായിരുന്നു. പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് ഷെയറുകൾ നോക്കിയാൽ ഇത് മനസ്സിലാകും. സംസ്ഥാനത്ത് തന്നെ ബി.ജെ.പി. ജയിച്ച 3 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തെത്തിയത് LDF ആണ്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് 3 സ്ഥലത്തും ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 3 സ്ഥലത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. ആ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുകൾ പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല. ഇതിനോടൊപ്പം ഇത്തവണ പത്തനാപുരം മണ്ഡലത്തിൽ മത്സരിച്ച അനിൽ പിള്ളയ്ക്ക് കിട്ടിയ വോട്ടിന്റെ കണക്കും ഗണേഷ് കുമാർ പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇടത് സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് ബി.ജെ.പിയുടെ കൂടി ആവശ്യമായിരുന്നു. അതിനോടൊപ്പം ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ പ്രാതിനിധ്യം കൂടി ഇല്ലാതാക്കുന്ന വിജയം നേടിയെടുക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് പഴയകാല കോലീഡ് ഡീൽ ഒരിക്കൽ കൂടി കേരളത്തിൽ നടപ്പാക്കിയതാണ് പത്തനാപുരം മോഡലിലുള്ള തോൽവി പലയിടത്ത് സംഭവിച്ചത്. അതായത്, നേരിട്ട് നമ്മൾക്ക് മത്സരിച്ച് തോൽപ്പിക്കാനാകില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സംഘടിതമായി പ്രധാന ശത്രുവിനെതിരെ നിലകൊള്ളണം. അങ്ങനെ സംഘടിച്ച് നിന്ന് വീഴ്ത്തിയതാണ്. അല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാലത്തും പത്തനാപുരത്ത് ജയിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജ്യോതികുമാർ ചാമക്കാല എന്ന വ്യക്തി ബി.ജെ.പി. പ്രിയപ്പെട്ടവനായി മാറിയത് മറ്റു പല ഡീലുകളുടെ കൂടി പശ്ചാത്തലത്തിലാണെന്ന് മനസ്സിലാകുന്നു. അതൊക്കെ ഇനി വഴിയെ പുറത്തു വരാനിരിക്കുന്നു.